ഷാബു പ്രസാദ്, നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കാളിത്തവുമില്ല. കാരണം വയനാട് എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് വോട്ടുകൾ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നാണ്. അത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചുവല്ലോ. ബി.ജെ.പി അത്രമാത്രം പ്രതീക്ഷയുമില്ല. സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ചുവെങ്കിൽ കൂടി വലിയ വർധനവൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല. വയനാട് സീറ്റ് അങ്ങനെയാണ്. മറ്റ് സീറ്റുകളെ പോലെ അങ്ങനെ ബി.ജെ.പിക്ക് വളക്കൂറുള്ള ഒരു സ്ഥലമല്ല. പക്ഷെ നിങ്ങളിവിടെ പരിഹാസത്തിന്റെ രീതിയിലാണ് മുന്നോട്ട് വരുന്നത്. ഇന്ന് സുരേന്ദ്രൻ തന്നെ പറയുകയാണ്, ഒരു കുടുംബ പാർട്ടി എന്നുള്ള കാര്യം അരക്കെട്ടുറപ്പിക്കുന്ന കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി റോബർട്ട് വാദ്ര കൂടി വന്നാൽ മതി, അത് പാലക്കാട് കൊണ്ട് ഇറക്കിയാൽ മതി, അതോടെ ഹൈക്കമാൻഡിന് പൂർണ്ണ തൃപ്തിയാകുമെന്ന്. എന്തിനാണ് ഇത്തരത്തിലുള്ള പരിഹാസ ചുവയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത്? പ്രിയങ്കയുടെ വരവ് എന്തായാലും കോൺഗ്രസ് ആഘോഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർ ഇതിൽ നിന്ന് ഡബിൾ എഞ്ചിൻ ഇഫക്റ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. ദേശീയ തലത്തിൽ മാത്രമല്ല, അറിയാമല്ലോ കേരളത്തിൽ 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ ഉണ്ട്. ഈ വയനാടിന്റെ കൂട്ടത്തിൽ തന്നെ നടക്കുവാനുള്ള സാധ്യത ഏറെയുമാണ്, പാലക്കാടും ചേലക്കരയും. അപ്പോൾ അതുകൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ, സംസ്ഥാന കോൺഗ്രസിന് ഇപ്പോൾ ഇരട്ട സന്തോഷം വരുന്നത്. മഞ്ജുഷേ, കോൺഗ്രസ് ഒരു കുടുംബ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഈ നെഹ്റു കുടുംബത്തിനെ വിട്ട് നെഹ്റു കുടുംബത്തിന് പുറത്തേക്ക് ചിന്തിക്കാൻ പോലും കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതും ഇവിടെ വ്യക്തമായ കാര്യമാണല്ലോ. ഇപ്പൊ ഈ രാഹുലായാലും ശരി, പ്രിയങ്കയായാലും ശരി, ഈ കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്ത് വളർന്നു വന്നവരാണോ? അവരുടെ കോൺഗ്രസിലെ പ്രവർത്തന പാരമ്പര്യം, കോൺഗ്രസിലെ പ്രവർത്തന പാരമ്പര്യം എന്ന് പറയുന്നത് എന്തുണ്ട്? ഈ പ്രിയങ്കയ്ക്കാണെങ്കിൽ ഈ 5 വർഷം കൂടിയിരിക്കുമ്പം തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പോയി പ്രസംഗിക്കുക, പ്രചരണം നടത്തുക. ഇത് മാത്രമല്ലേ പ്രിയങ്ക ഗാന്ധി ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത്? രാഹുൽ ഗാന്ധി ഈ ഉന്നത സ്ഥാനത്ത് എത്തിയതിന്റെ കാരണം എന്താണ്? മറ്റൊന്നുമല്ലല്ലോ. നെഹ്റു കുടുംബത്തിൽ ജനിച്ചു, രാജീവ് ഗാന്ധിയുടെ മകനാണ്, ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനാണ്. ഇത് മാത്രമല്ലേ ഇതിന്റെ കാരണം, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. അപ്പം ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങളിൽ മാത്രം കടന്ന് ചുറ്റിത്തിരിയുന്ന ഒരു പാർട്ടിയെ എതിർപക്ഷത്തുള്ളവർ പരിഹസിക്കും. അവർക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. അവരത് വലിയ ശക്തിയായിട്ടായിരിക്കും വിചാരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ഈ നെഹ്റു കുടുംബം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം കുറച്ചു കാലം കോൺഗ്രസിൽ നിന്ന് അകന്നു നിന്നിരുന്നു. അന്ന് നേരിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്ന് അന്ന് എന്തായിരുന്നു കോൺഗ്രസിന്റെ അവസ്ഥ? കോൺഗ്രസിന്റെ അകത്ത് ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് അക്കാലത്തുണ്ടായിരുന്നു, സീതാറാം കേസരി. സോണിയാഗാന്ധി തിരിച്ചു വരുന്നു എന്ന് കേട്ട നിമിഷം തെരഞ്ഞെടുക്കപ്പെട്ട അവരുടെ പ്രസിഡന്റിനെ കസേരയോടെ തൂക്കിയെടുത്ത് പുറത്തു കളയുകയാണ് ചെയ്തത്. പറഞ്ഞില്ലേ? ഇതാണ് ആ പാർട്ടി. ആ പാർട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാകും. അത് സ്വാഭാവികമാണത്. അത്രയുള്ളൂ. ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഇവിടെ എനിക്ക് സത്യം പറയാമല്ലോ, നിങ്ങൾ ഈ പ്രിയപ്പെട്ട അദ്ദേഹം നല്ലൊരു ഡിബേറ്ററുമാണ്. അദ്ദേഹം കിടന്ന് ആ സ്ലിപ്പറി ഗ്രൗണ്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വിഷമം തോന്നി. ശ്രീ ബഹുമാനപ്പെട്ട സമ്പത്തിന്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തു, എന്നെ ഈ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയാണ് നിങ്ങൾ ഈ കളി കളിക്കുന്നത് എന്ന് തുറന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഇവിടെ പറയാതെ പറയുന്നത് ഞങ്ങളുടെ അവസ്ഥ കേരളത്തിൽ കണ്ടോ, എന്തൊരു ദയനീയമാണ്. ഞങ്ങളും ബി.ജെ.പിയും ഒപ്പത്തിനൊപ്പമാണ്. ഞങ്ങൾക്ക് ഒരു സീറ്റ്, ബി.ജെ.പിക്ക് ഒരു സീറ്റ്. ഈ ഒരു സമയത്ത് ഈ ദയനീയ അവസ്ഥയെങ്കിലും പരിഗണിച്ച് ദയവ് ചെയ്താ വയനാട് സീറ്റിലെങ്കിലും ഞങ്ങളൊന്ന് വിജയിപ്പിച്ച്, നിങ്ങളൊന്ന് സഹായിച്ച്, ഞങ്ങളെ ഒന്ന് ബി.ജെ.പിയുടെ മുമ്പിലൊന്ന് കയറ്റാൻ ഒന്ന് സഹായിച്ചു കൂടെ കോൺഗ്രസേ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അവരുടെ കാലിൽ കെട്ടി വീഴുന്ന ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈ CPM. അതല്ല സമ്പത്ത് ഉദ്ദേശിച്ചത്. രാഹുൽ ഏത് സീറ്റ് ഒഴിയണം എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ്. ഇപ്പോൾ വയനാട് ഒഴിയാതെ റായ്ബറേലി ഒഴിയുന്നതാണോ നല്ലത്? കാരണം ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഈ റായ്ബറേലി രാഹുൽ ഒഴിയാതിരിക്കുന്നതാണല്ലോ ഇന്ത്യ സഖ്യത്തിനും താല്പര്യം.
അപ്പോൾ അതിനെയാണ് സമ്പത്ത് ആ രീതിയിൽ പറഞ്ഞത്. ആ ഒരു ചോദ്യം പോയിന്റ് ബ്ലാങ്കിലായി പോയല്ലോ എന്നല്ലാതെ ഒരു സീറ്റിന് വേണ്ടി കേഴുന്നതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി ശരി ശരി, ഇനി ആയിക്കോട്ടെ. ഇനിയിപ്പം 2 സീറ്റിൽ മത്സരിക്കുമ്പോൾ 2 സീറ്റിൽ മത്സരിച്ച് ജയിച്ചാൽ ഒരു സീറ്റ് ഒഴിയണം എന്നുള്ളത് ആർക്കാണ് അറിയാൻ വയ്യാത്ത? ആ ഏത് സീറ്റാണ് ഒഴിയാൻ പോകുന്നത് എന്നൊന്നും ആരും നേരത്തെ കൂട്ടിയൊന്നും പ്രഖ്യാപിക്കാറുമില്ല. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ ഇവിടെ മത്സരിച്ചപ്പോൾ, ഇപ്പം ആലത്തൂർ മത്സരിച്ചല്ലോ, ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ചേലക്കര ഒഴിയും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അതൊക്കെ നമ്മളങ്ങ് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. 2 സീറ്റിൽ ജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏത് സീറ്റിലാണോ പരാജയ സാധ്യത കൂടുതലുള്ളത് ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ് പരമ്പരാഗതമായ ഒരു രീതി. അതിന് വിരുദ്ധമായിട്ട് ഒരിക്കലേ സംഭവിച്ചിട്ടുള്ളൂ എന്റെ ഓർമ്മയിൽ. 1991 തെരഞ്ഞെടുപ്പില് LK അദ്വാനി ഗാന്ധിനഗറിലും ന്യൂഡൽഹിയിലും മത്സരിച്ചു. ന്യൂഡൽഹിയിൽ വളരെ കുറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത്. സാധാരണഗതിയിൽ കുറഞ്ഞ ഭൂരിപക്ഷമുള്ള സ്ഥലം നിലനിർത്തും. പക്ഷേ അദ്ദേഹം കുറഞ്ഞ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ന്യൂഡൽഹി ആണ് രാജിവെച്ചത്. ആ ന്യൂഡൽഹിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് ആണ് ജയിച്ചത്, BJP പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെയല്ലാതെ ഇപ്പൊ പണ്ട് K കരുണാകരൻ മാളയും നേമത്തും ഒരുമിച്ച് ഇവിടെ മത്സരിച്ചിട്ടുണ്ട്, കേരളത്തിൽ തന്നെ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. കാര്യം നമ്മുടെ നിയമം അതിനനുസരിക്കുന്നുണ്ട്. ദേവിലാല് 3 മണ്ഡലത്തിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇവിടെ നടക്കും. ഏത് മണ്ഡലം നിലനിർത്തണമെന്നോ, അതായത് വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലം ഒഴിയുക, പരാജയ സാധ്യത കൂടുതലുള്ള മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് പൊതുവെ അനുവർത്തിക്കുന്ന ഒരു രീതി. അതനുസരിച്ച് രാഹുൽ ഗാന്ധി വയനാട് ഇനി എന്ത് തന്നെ സംഭവിച്ചാലും, എന്ത് ആകാശം ഇടിഞ്ഞു വീണാലും വയനാട്ടില് അവർക്ക് ജയിക്കാൻ കഴിയും എന്നവർക്ക് ഉറപ്പുണ്ട്. വയനാട്ടിൽ BJP എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയല്ല എന്നവർക്ക് തോന്നുന്നു. അങ്ങനെ അവർ വയനാട് സീറ്റ് ഒഴിയുന്നു. കോൺഗ്രസ് കാര്യം ഈ പറഞ്ഞ പോലെ അവർക്ക് ആ നെഹ്റു കുടുംബത്തിന് പുറത്തേക്ക് ഒരു ചിന്തിക്കാൻ പോലും ആവാത്തത് കൊണ്ട് ആ സീറ്റിൽ പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നു. പിന്നെ ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു സർക്കാസ്റ്റിക് കമന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വയനാട് എന്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇപ്പോഴാണ് അന്വർത്ഥമായത് എന്ന്. അതായത് അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് പെങ്ങളെ തന്നെ, സഹോദരിയെ തന്നെ അവിടെ കൊണ്ട് നിർത്തി. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് അങ്ങനെ ഒത്തിരി ഒരു കാര്യം എല്ലാവരും പരസ്പരം അങ്ങോട്ടും അതൊരു പരിഹാസ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, ശ്രീ എ സമ്പത്ത്